അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 12ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭൂരിഭാഗം സങ്കടങ്ങളുടെയും നിരാശകളുടെയും യഥാർത്ഥ കാരണത്തെക്കുറിച്ചാണ്. അമിത പ്രതീക്ഷകൾ അഥവാ എക്സ്പെക്റ്റേഷൻസ്. ഞാൻ അവരെ ഇത്രയധികം സഹായിച്ചതല്ലേ, അവരെന്നെ മനസ്സിലാക്കണമായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി ഇത് ചെയ്യണമായിരുന്നു. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾ അത് തകരുമ്പോൾ നമ്മുടെ ഹൃദയമാണ് തകരുന്നത്. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം. മനുഷ്യരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഒരു തകർന്ന വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമ്മളെ മുക്കിക്കളയാം. ഈ അമിത പ്രതീക്ഷകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നമ്മുടെ പ്രതീക്ഷകളെ മനുഷ്യരിൽ നിന്ന് മാറ്റി അതിനെ സൃഷ്ടാവിലേക്ക് എങ്ങനെ തിരിച്ചുവിടാമെന്നും 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായിട്ട് പ്രതീക്ഷകളുടെ മനഃശാസ്ത്രവും ആത്മീയതയും. സൈക്കോളജിയിൽ ഇതിനെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു തികഞ്ഞ ചിത്രം, ഒരു പെർഫെക്റ്റ് ഇമേജ് ഉണ്ടാക്കി വെക്കും. എന്നാൽ അവരും നമ്മളെപ്പോലെ തെറ്റുകൾ പറ്റുന്ന വെറും ഒരു മനുഷ്യരാണ് എന്ന് മറന്നു പോകുമ്പോഴാണ് നിരാശ അഥവാ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകുന്നത്. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന പ്രതീക്ഷകൾ പൂർണ്ണമായും അള്ളാഹുവിൽ മാത്രം അർപ്പിക്കാനാണ്. ഇതിനെയാണ് നമ്മൾ തവക്കുൽ, ട്രസ്റ്റ് ഇൻ അള്ളാഹ് എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വലാഖിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബുഹ്. ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് മതിയായവനാകുന്നു എന്നുള്ളത്. മനുഷ്യർക്ക് നമ്മളെ കൈവിടാം, പക്ഷേ അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഈ വലിയ പാഠം ജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്ന് നമുക്ക് നോക്കാം. അമിത പ്രതീക്ഷകൾ നിയന്ത്രിക്കാനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത്, മനുഷ്യരുടെ പരിമിതികളെ അംഗീകരിക്കുക. നിങ്ങളുടെ പങ്കാളിയോ സുഹൃത്തോ മക്കളോ ആരുമാകട്ടെ, അവർക്ക് നിങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്കും അവരുടേതായ മൂഡ് മാറ്റങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. അവരിൽ നിന്ന് പെർഫെക്റ്റായി ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാതിരിക്കുക. അവൻ ഒരു മനുഷ്യനാണ്, അവരിൽ നിന്നും തെറ്റുകൾ വരാമെന്ന് മുൻകൂട്ടി കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യവും നിരാശയും ഇല്ലാതാകും. ഇനി രണ്ടാമത്തെ കാര്യം, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ നൽകുക. ഗിവ് വിതൗട്ട് എക്സ്പെക്റ്റിംഗ്. നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമുക്കും നന്മ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമായിരിക്കണം. ഖുർആനിൽ നല്ലവരായ മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ചത് പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നമാ നുത്ഇകുമും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അവർ പറയും, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്. നിങ്ങളുടെ പക്കൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഈ ഒരു മനസ്സ് വളർത്തിയെടുത്താൽ മറ്റുള്ളവർ നന്ദികേട് കാണിച്ചാലും നിങ്ങളുടെ മനസ്സ് തകരില്ല. ഇനി മൂന്നാമത്തെ കാര്യം, തവക്കുൽ. തവക്കുൽ ശക്തമാക്കുക. ഷിഫ്റ്റ് ഫോക്കസ് ടു അള്ളാഹ്. നിങ്ങളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും മനുഷ്യരോട് പറയുന്നതിന് മുമ്പ് അള്ളാഹുവോട് പറയുക. സൈക്കോളജിയിൽ ഇതിന് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയും, വൈകാരിക സ്വാതന്ത്ര്യം. സമാധാനത്തിനായി മനുഷ്യരെ ആശ്രയിക്കുന്നത് നിർത്തുക. അള്ളാഹു ആണ് എൻ്റെ ഹൃദയം മാറ്റാൻ കഴിയുന്നവൻ എന്ന് ഉറച്ചു വിശ്വസിക്കുക. അവൻ ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദാ. അള്ളാഹു തൻ്റെ ദാസന് മതിയാവുകയില്ലയോ? അവനോട് ചോദിക്കുക, അവൻ തരും എന്ന പ്രതീക്ഷയിൽ ജീവിക്കുക. നാലാമത്തെ കാര്യം, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. മറ്റൊരാൾ വിചാരിച്ചാലേ എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയൂ എന്നുള്ള ആ ഒരു ചിന്ത മാറ്റുക. നിങ്ങളുടെ മാനസികാവസ്ഥയുടെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക. പുതിയ അറിവുകൾ നേടുക. പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്തുക. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ അവഗണനകൾ നിങ്ങളെ ബാധിക്കില്ല. ഇനി 5ാമത്തെ കാര്യം, ഇസ്തിഖാറ. അത് ശീലമാക്കുക. സീക്ക് റൈറ്റ് ഗൈഡൻസ് എന്ന് പറയും. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നതിനു മുമ്പ് ഇസ്തിഖാറ, അള്ളാഹുവിനോട് നന്മയിരക്കൽ ചെയ്യുക. അള്ളാഹുവേ, ഈ കാര്യം
അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റെ ദുനിയാവിനും ആഖിറത്തിനും നല്ലതാണെങ്കിൽ എനിക്ക് നീ എളുപ്പമാക്കി തരണമേ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നീ എന്നെ തിരിച്ചുവിടണമേ എന്ന് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഫലം എന്തായാലും അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ വല്ലാത്ത പ്രതീക്ഷ വെച്ച് എന്നാൽ നിങ്ങളെ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഓർക്കുക. ഇന്ന് അവരോടുള്ള പരിഭവം മനസ്സിൽ നിന്ന് മാറ്റുക. എന്നിട്ട് അള്ളാഹുവോട് പറയുക, യാ റബ്ബ്, ഞാൻ അവരിൽ പ്രതീക്ഷിച്ച നന്മകൾ ഇനി നിന്നിൽ നിന്ന് മാത്രം ഞാനിതാ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഹൃദയത്തെ നീ അവരിൽ നിന്ന് സ്വതന്ത്രമാക്കണമേ. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ പ്രതീക്ഷ വെച്ചാൽ കണ്ണീരും അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചാൽ സമാധാനവുമാണ് ഫലം. നിങ്ങളുടെ പ്രതീക്ഷകളുടെ കേന്ദ്രം അതിനെ മാറ്റിവെക്കുക, ഹൃദയം ശാന്തമാക്കുക. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഒന്നിച്ച് ആത്മീയമായ ആ വലിയ ശാന്തതയിലേക്ക് നടക്കുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 13ാമത്തെ ദിവസത്തിൽ വളരെ മനോഹരമായ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.